അഖില തിരുവിതാംകൂർ മല അരയ മഹാസഭയുടെ 74-ാം വാർഷിക പൊതുയോഗം 2026 ഫെബ്രുവരി 28-ാം തീയതി ശ്രീ ചെറുവള്ളി ദേവീക്ഷേത്ര സാംസ്കാരിക നിലയം പുഞ്ചവയലിൽ നടത്തപ്പെടുകയുണ്ടായി. ഭദ്രദീപം കൊളുത്തി പ്രാർത്ഥനയോടെ തുടങ്ങിയ പൊതുയോഗം സഭാ പ്രസിഡന്റ് ശ്രീ KB ശങ്കരൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ശ്രീ PK ശശി സ്വാഗതം ആശംസിച്ചു. റിപ്പോർട്ട് വർഷം നടത്തിയ പ്രവർത്തനങ്ങളെപ്പറ്റിയും സംഘടനാ ശാക്തീകരണ പദ്ധതികളെപ്പറ്റിയും സഭയുടെ മാസ്റ്റർ പ്ലാനിൻ്റെ നടത്തിപ്പിനെപ്പറ്റിയും ശ്രീ ജനറൽ സെക്രട്ടറി വിശദമാക്കി. 7 കുട്ടികൾക്ക് വേണമെങ്കിലും ആ സമയത്ത് ഏത് കോഴ്സ് ഇപ്പോൾ ദേശീയ തലത്തിൽ സംസ്ഥാന തലത്തിലുമുള്ള എൻട്രൻസ് കോഴ്സുകൾ, അതിൻ്റെ പരിശീലനങ്ങൾ, പരീക്ഷകൾ, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയും, അവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും, അവരെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയും. അതിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സമുദായത്തിലെ ആദ്യത്തെയും അവസാനത്തെ എന്ന് പറയാം സയൻറ്റിസ്റ്റ് സീഡാക്കിൻ്റെ ജോയിന്റ് ഡയറക്ടറായ PP ജയൻ സാറാണ് എൻ്റെ അധ്യക്ഷൻ. ശ്രീ MI സുകുമാരൻ, അദ്ദേഹം AEO മുതൽ ഹൈസ്കൂൾ അധ്യാപകൻ മുതൽ AEO മുതൽ DO DD അങ്ങനെ കയറി സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിലെ ആക്റ്റീവായിട്ട് ആത്മാർത്ഥതയോടെ ഉത്തരവാദിത്വത്തോടുകൂടി ഇടപെടുന്നുണ്ടെന്ന് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ അവിടെയും നമുക്ക് ഇടപെടൽ ആവശ്യമുണ്ട്. അതിന് നമുക്ക് അവരെ കൂടുതൽ മാൻ പവർ ആ മേഖലയിലാണ്. സംഘടന മുന്നോട്ട് ഫലപ്രദമായിട്ട് കൊണ്ടുപോകണമെങ്കിൽ അവിടെയും നല്ല മാൻ പവർ വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 ഘടകങ്ങൾ കൂട്ടിച്ചേർന്നത്. ഒന്ന് യൂണിയനുകൾ, മറ്റൊന്ന് ഈ മേഖലാ കമ്മിറ്റി എന്നുള്ളത് നമ്മൾ പരിവർത്തനം ചെയ്ത് ജില്ലാ സമിതി നാക്കി. ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സംഘടനാ ശാക്തീകരണത്തിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനെല്ലാം ഉപരിയായിട്ട് നമ്മൾ ഈ കാര്യങ്ങളിൽ അഡ്വൈസ് തരാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരെ നമ്മുടെ ആസ്തികൾ ട്രഷറർ ശ്രീ PB ശ്രീനിവാസൻ ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന ചർച്ചകളിൽ ആയുഷ്കാല അംഗങ്ങളിൽ നിന്നും ആരോഗ്യകരമായ സംവാദങ്ങളും ചോദ്യങ്ങളും ഉണ്ടായി. ജനറൽ സെക്രട്ടറി ശ്രീ PK ശശി ചോദ്യങ്ങൾക്ക് മറുപടി പ്രസംഗം നടത്തുകയും ചെയ്തു. കാണുന്ന അവസരങ്ങളിൽ അഖില തിരുവിതാംകൂർ മലയാളി മഹാസഭയ്ക്കും ക്ഷണം ലഭിക്കാറുണ്ട്. സഭയുടെ കൂടുതൽ വീഡിയോകൾക്കായി ഗോത്രശബ്ദം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.